ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസ്. പബ്ലിക് എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെൻഡിച്ചർ തിയറിയാണ് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന, സെറ്റിനായാലും നെറ്റിനായാലും എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു എക്സാമാണ് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്. അപ്പോൾ എന്താണ് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസ് എന്ന് നമുക്ക് പഠിക്കാം. ഈ പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസിന് മുമ്പേ നമുക്കൊരു വാഗ്നർ തിയറി ഓഫ് അല്ലെങ്കിൽ വാഗ്നർ ഹൈപ്പോത്തസിസ് ഉണ്ട്. എന്താ വാഗ്നർ ഹൈപ്പോത്തസിസിൽ വാഗ്നർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യപ്പെട്ടിട്ടായിരുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു ഒരു സ്റ്റോപ്പില്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആര് പറഞ്ഞു വെച്ചത്? വാഗ്നർ പറഞ്ഞു വെച്ചത്. എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതിൽ നിന്നും വിഭിന്നമായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്? പീകോക്കും വൈസ്മാനും കൂടെ വരുന്നത്. ഇവര് പറഞ്ഞു വെക്കുന്നത്, അതായത് പീകോക്കും വൈസ്മാനും കൂടെ പറഞ്ഞു വെക്കുന്നത്, നമ്മളുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഇൻക്രീസിങ് എന്ന് പറയുന്നത് വാഗ്നർ പറയുന്ന പോലെയല്ല. നേരെ മറിച്ച് ഒരു ഒരു സ്റ്റെപ്പ് ലൈക്ക് മാനറിൽ, അതായത് ഇങ്ങനെ ആദ്യം കുറയുന്നു, പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു, പിന്നെ കൂടുന്നു, പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഒരു സ്റ്റെപ്പ് ലൈക്ക് മാനറിൽ അല്ലെങ്കിൽ ഒരു ജെർക്ക് മാനറിലാണ് ആര് ഇൻക്രീസ് ചെയ്യുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് പറഞ്ഞു വെക്കുന്നത്? നമ്മുടെ പീകോക്ക് വൈസ്മാൻ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു തിയറിയിൽ നിന്നും ഇതാണ് ആദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്മൂത്ത് ലൈക്ക് അല്ലാണ്ട് എങ്ങനെയാണ് ജേർക്ക് മാനറിൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് ലൈക്ക് മാനറിൽ ഇൻക്രീസ് ചെയ്യപ്പെടുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആരാണ്? ഒബ്വിയസ്ലി അത് പീകോക്കും വൈസ്മാനും കൂടെയാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്, പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസിലൂടെ പീകോക്കും വൈസ്മാനും കൂടെ നമുക്ക് മുന്നിൽ 3 ഇഫക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 ഇഫക്ട്സ്? യെസ്, ഫസ്റ്റ് വൺ ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ്, സെക്കൻഡ് വൺ ഈസ് ഇൻസ്പെക്ഷൻ ഇഫക്റ്റ്, തേർഡ് വൺ ഈസ് കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. ഈ 3 ഇഫക്ട്സിൽ നിന്നും ക്വസ്റ്റ്യൻ തുടരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരു കഴിഞ്ഞ സെറ്റ് എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസിൽ നിന്ന് മാത്രമായിട്ട് വന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 ഇഫക്ട്സും എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ നിങ്ങൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസിനെ കംപ്ലീറ്റ് പഠിച്ചു എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് എന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്കോണമിയിലെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ വരുമ്പോൾ, എക്സ്ട്രാ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാറ്, എർത്തോയ്ക്ക് പോലുള്ള എന്തെങ്കിലും ഒരു എക്കോണമീനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ചിലവ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? ഗവൺമെന്റിന്റെ ചെലവ് ഇൻക്രീസ് ചെയ്യുന്നു, ഗവൺമെന്റിന്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടേണ്ടതായിട്ട് വരുന്നു. ഗവൺമെന്റ് എങ്ങനെയാണ് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കണ്ടെത്തുന്നത്? ഈ എക്സ്ട്രാ ചെലവ് കൂട്ടുന്നതിനുള്ള എക്സ്ട്രാ ക്യാഷ് ഗവൺമെന്റ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടാക്സ് വഴിയാണ്. ഒബ്വിയസ്ലി ഇപ്പുറത്ത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോൾ ടാക്സും എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു എക്സ്പെൻഡിച്ചറിനെ മീറ്റ് ചെയ്യാൻ ഗവൺമെന്റിന് വരുമാനം കിട്ടിയാൽ മതിയാവും. ഗവൺമെന്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ഏതാണ്? ടാക്സ് ആണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത്, എക്കോണമിയിൽ വാറ്, എർത്തോയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇക്കോണമി നേരിടുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുന്നു, ടാക്സ് കൂടുന്നു. അപ്പോൾ ഇത്തരത്തിൽ താഴെ ലെവലിൽ നിന്നും ഒരു ഹയർ ലെവലിലേക്ക് എന്ത് മാറുന്നു? ടാക്സേഷൻ ലെവലും പബ്ലിക് എക്സ്പെൻഡിച്ചർ ലെവലും മാറുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് ഓക്കെ ആണോ? എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഇക്കോണമി നേരിടുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ടാക്സേഷൻ ലെവൽ, ഒരു ലോവർ ലെവൽ ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ ലെവലിൽ നിന്നും എങ്ങോട്ട് മൂവ് ചെയ്യും? ഒരു ഹയർ ലെവൽ ഓഫ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ലെവലിലേക്ക് ഇക്കോണമി മൂവ് ചെയ്യും. ആ ലോവർ ലെവലിൽ നിന്നും അപ്പർ ലെവലിലേക്കുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെയും
ടാക്സേഷന്റെയും ഇൻക്രീസിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ലോവർ ലെവലിൽ നിന്നും അപ്പർ ലെവലിലേക്കുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷന്റെ മൂവ്മെന്റിനെ എന്ത് വിളിക്കുന്നു? അത് ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നും ചൂസ് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റിനെ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോ ഓക്കെ ആണല്ലോ? ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകണം, ഇൻസ്പെക്ഷൻ ഇഫക്റ്റിലേക്ക് പോകണം. ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റിന് തൊട്ടു പിന്നാലെയാണ് ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് വരുന്നത്. ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ പറഞ്ഞല്ലോ, ഗവൺമെന്റിന് പുതിയ എന്തെങ്കിലും എർത്ത് പോലുള്ള നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ വാറോ പോലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ ഇൻക്രീസിങ് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ മീറ്റ് ചെയ്യാനായിട്ട് ടാക്സേഷനും ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെ? പിന്നെ ഇത് ഒന്ന് സമാധാനപ്പെട്ടു. ഇപ്പൊ വാർ ഉണ്ടായി, വാറൊക്കെ നീങ്ങി കഴിഞ്ഞ് നമ്മുടെ എക്കോണമി ഒരു സാധാരണ ലെവലിലേക്ക് മൂവ് ചെയ്തു. പക്ഷെ ഗവൺമെന്റ് എന്ത് ചെയ്യപ്പെടില്ല, ആ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാവില്ല. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ ലെവലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ സേവനം ചെയ്യാം, വെൽഫെയർ ഇൻക്രീസ് ചെയ്യാം എന്ന് വിചാരിക്കും. പക്ഷെ അവിടെ വാറിന്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നില്ല, വാറില്ല. അപ്പൊ ഗവൺമെന്റിന് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് കൂട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് എന്ത് ചെയ്യില്ല? ആ ടാക്സ് കുറയ്ക്കില്ല. അപ്പോൾ ആ ടാക്സിൽ നിന്നും എക്സ്ട്രാ വരുമാനം വരുന്നുണ്ട്. ആ എക്സ്ട്രാ വരുമാനം ഇവിടെ എങ്ങനെയായിരുന്നു മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? യെസ്, വാറോ അല്ലെങ്കിൽ അർത്തേക്സോ പോലുള്ള ഇഷ്യൂസ് നേരിട്ടപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന് എക്സ്ട്രാ ചിലവ് വന്നു. അപ്പൊ അതൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ടാക്സാഷനിൽ നിന്നും വരുന്ന ക്യാഷ് ഗവൺമെന്റ് എന്ത് ചെയ്യും? പുതിയ പുതിയ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നീക്കി വെക്കും. കാരണം എക്സ്ട്രാ ചെലവ് ഗവൺമെന്റിന് മുന്നിലില്ല. പിന്നെ ഈ ടാക്സ് ഗവൺമെന്റ് കുറക്കത്തുമില്ല. അപ്പൊ അതിൽ നിന്നും കിട്ടുന്ന ക്യാഷ് പിന്നെ എന്ത് ചെയ്യും? യെസ്, എക്സ്ട്രാ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആര് യൂസ് ചെയ്യും? ഗവൺമെന്റ് യൂസ് ചെയ്യും. എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതുവരെ ഗവൺമെന്റിന് ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നിയിട്ടുള്ള, അതുവരെ ടച്ച് ചെയ്യപ്പെടാത്ത, ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചില ഏരിയ ക്യാഷ് ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് കുറച്ചും കൂടെ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മുടെ എന്ത് പോവാം? ക്യാഷ് ചെലവഴിക്കാം എന്ന് തീരുമാനിക്കാം. അപ്പൊ അതുവരെ തൊട്ടിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യപ്പെടും? ക്യാഷ് ചെലവഴിക്കാനായിട്ട് തുടങ്ങും. അത്തരം ഇഫക്റ്റിനെയാണ് ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് പഠിച്ചു, ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് പഠിച്ചു. ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്കുള്ള മൂവ്മെന്റ് ആണ്. ദെൻ ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, അതുവരെ ടച്ച് ചെയ്യാത്ത ഒരു ഏരിയനെ പുതിയൊരു ഏരിയയിലേക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യുക? പബ്ലിക് എക്സ്പെൻഡിച്ചർ ചെലവഴിക്കുന്ന അവസ്ഥയെയാണ് ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. Then at the last one is concentration effect. എന്താ കോൺസെൻട്രേഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്? യെസ്, നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇക്കോണമി ഗ്രോ ചെയ്യുമ്പോൾ അതിൽ ഈ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഇഫക്റ്റ്, അല്ലെ? ഈ ഒരു എക്കോണമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ അവിടെ പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാളും ലോക്കൽ ഗവൺമെന്റ്സിനേക്കാളും ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് എക്കോണമി ഗ്രോ ചെയ്യുമ്പോൾ കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ചെലവഴിക്കുന്നത്, കൂടുതൽ ആക്ടിവിറ്റീസ് ആരിലേക്കാ പോവാ? സെൻട്രൽ ഗവൺമെന്റിലേക്കാ പോവാ. അപ്പൊ അത് ആരിൽ നിക്ഷിപ്തമാണ്? സെൻട്രൽ ഗവൺമെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് ഇത് വിളിക്കുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 3 ഇഫക്ട്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസ് എന്താണെന്ന് മനസ്സിലായി, സ്റ്റെപ്പ് ലൈക്ക് മാനറിലാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ദെൻ അതിന്റെ ഭാഗമായിട്ട് 3 ഇഫക്ട്സ്: ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ്, ഇൻസ്പെക്ഷൻ ഇഫക്റ്റ്, കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത്രത്തോളമാണ്. നമുക്ക് പുതിയ മറ്റു ഇമ്പോർട്ടന്റ് ഏരിയാസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലേണിംഗ്.